നിങ്ങളൊരു വാഹനാപകടത്തിൽ പ്രതിയാക്കപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട രേഖകൾ നിങ്ങളുടെ വാഹനത്തിന് ഒരു വാലിഡായ ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളെ വാഹനം ഓടിച്ച ആളുകൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതും നോക്കണം. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ചിലപ്പോൾ ചില ആളുകൾക്ക് ലൈസൻസ് ഉണ്ടാവും, പക്ഷെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്നുള്ളത്, അതിന് കാലാവധി ഉണ്ടോ, വാലിഡായ ലൈസൻസ് ആണോ എന്ന് പലപ്പോഴും ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. അതേപോലെ തന്നെയാണ് ആ വാഹനത്തിന് പെർമിറ്റ് ആവശ്യമുള്ള വാഹനമാണെങ്കിൽ പെർമിറ്റ് ഉണ്ടോ എന്നുള്ളതും, അതേപോലെ തന്നെ ഫിറ്റ്നസ് ആവശ്യമുള്ള വാഹനമാണെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. അങ്ങനെ ഡോക്യുമെന്റുകൾ എല്ലാം ആ അപകടം പോലീസ് സ്റ്റേഷനിൽ വാഹനം സറണ്ടർ ചെയ്യുക. വാഹനം സറണ്ടർ ചെയ്ത ശേഷം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് വിട്ടുതരികയും നിങ്ങളുടെ വാഹനം മൂലം പരിക്ക് പറ്റിയ ആളുടെ പരാതി അന്വേഷിച്ച് നിങ്ങൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ 281, 125A, 125B, 106 പ്രകാരമാണ് വാഹനാപകടത്തിൽ കേസുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അലിഗേഷൻ പ്രകാരമായിട്ട് ഉണ്ടാകുക. നിസ്സാരമായ കേസുകളാണെങ്കിൽ, നിസ്സാരമായ പരിക്കാണ് പറ്റിയതെങ്കിൽ 125Aയും, ഗ്രീവിയസ് ആയിട്ടുള്ള എല്ല് പൊട്ടൽ ഉൾപ്പെടെയുള്ള അപകടമാണ്, പരിക്കാണ് സംഭവിച്ചതെങ്കിൽ, വിക്ടിമിന് സംഭവിച്ചെങ്കിൽ 125Bയും, നിങ്ങളുടെ വാഹനം മൂലം അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾ മരണപ്പെടുകയാണെങ്കിൽ 106 പ്രകാരവുമാണ് നിങ്ങൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുക. 125Aയും 125Bയും പ്രകാരമാണ് നിങ്ങൾക്കെതിരെയുള്ള പരാതിയെങ്കിൽ നിങ്ങൾക്ക് അത് ഫൈൻ അടച്ച് ഒഴിവാക്കാവുന്നതുമാണ്. എന്നാൽ 106 പ്രകാരമാണ് നിങ്ങൾക്കെതിരെയുള്ള ചാർജ് എങ്കിൽ, നിങ്ങളുടെ വാഹനം ഇടിച്ചാൽ മരണപ്പെട്ട കേസാണെങ്കിൽ അത് ഫൈൻ അടച്ച് ഒഴിവാക്കാൻ പറ്റില്ല.